ജയിൽ എന്താണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. ജയിൽ അയാൾ ഇന്ന് വരെ കിടന്നിട്ടില്ല. ജയിൽ കിടന്നെങ്കിൽ ജയിലിനെ പറ്റി ഒരു വിവരം ലഭിക്കുകയുള്ളൂ. നമ്മൾ കാണുന്ന പോലെ അത്ര സുഖകരമായ ഒരു സ്ഥലമല്ല, ഒരു വീടല്ല, ഒരു വസതിയല്ല, ഒരു ഓഫീസല്ല. ഒരു മനുഷ്യനും ജയിലിൽ പോകാൻ തയ്യാറല്ല. നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ്. അത് തന്നെയല്ല, അവിടുത്തെ ജയിൽ ചട്ടവട്ടങ്ങളും ജയിലിലെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, മേസ്ത്രിമാർ. അവർ പറയുന്നതിന് അപ്പുറത്തോട്ടൊന്നും ജയിലിൽ ചെയ്യാൻ കഴിയില്ല. അവിടെ ജയിൽ വാർഡന്മാരും ജയിൽ പ്രിസണർ ഓഫീസേഴ്സൊക്കെ ഉണ്ടെങ്കിലും സെല്ലിനകത്തും ജയിലിൻ്റെ അകത്തും ചില മേസ്ത്രിമാരെന്നാണ് വിളിക്കുന്നത്. അവരുടെ കൈക്ക് ഉള്ള അടി ഒക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്, പല ചീത്ത വാക്കും കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും നടപടി ഉണ്ടാവില്ല, സഹിച്ചേ പറ്റുള്ളൂ. അത് ജയിലിൻ്റെ ഭാഗമായിട്ട് തോന്നാം നമുക്ക്. നമ്മളവിടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ, കാരണം പല ആൾക്കാരും നമുക്കറിയാം ജയിലിൽ വരുന്നവർ പല കുറ്റകൃത്യങ്ങളും ചെയ്തു വരുന്നവരാണ്. അവരുടെ പ്രവൃത്തിയിലും സംസാരത്തിലൊന്നും അധികം പേരുടെ ഒരു അന്തസ്സായ പെരുമാറ്റം ഉണ്ടാകുന്നില്ല. വളരെ റഫിയൻസാണ്. അങ്ങനെയുള്ള കത്തിക്കുത്തും കൊലപാതകവും നടത്തിയവരൊക്കെയാണ് അവിടെ വരുന്നവർ. മോഷണക്കാരുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് തനിക്ക് ജയിൽ ആണുങ്ങൾക്കുള്ളതാണ് എന്നുള്ള. അവിടെ സ്ത്രീകളും ഉണ്ട്, കുറ്റം ചെയ്ത് മർഡർ ചെയ്ത സ്ത്രീകൾ ധാരാളം പേരുണ്ട്. അവരും അവിടെ ജയിലിൽ കഴിയുന്നവരാണ്. എന്താണ് ജയിലെന്ന് അറിയാതെ ഇതുപോലെയുള്ള വീമ്പിളക്കുന്നതും വിടുവായ്ത്തരം പറയുന്നതൊന്നും ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല.